എനിക്ക് ഹാർമോണിയം തന്നു. 15 മിനിറ്റ് കൊണ്ട് ഹാർമോണിയം ഞാൻ പഠിക്കുകയും ചെയ്തു. മ്യൂസിക് ഉപകരണങ്ങൾ അത് കേൾക്കുന്നത്, അത് ഉപയോഗിക്കുന്നത്, ഇതെല്ലാം ജായിസാണ് എന്ന് പറയുന്ന ആളുകൾ എൻ്റെ ഉമ്മത്തിൽ അന്ത്യനാളിൻ്റെ മുമ്പ് വരുന്ന വിപത്തുകളാണെന്ന് പുണ്യനിബിതങ്ങൾ പറഞ്ഞ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇസ്ലാമിൽ മ്യൂസിക് ഹറാമാണ്, എന്നാൽ ഹലാലാക്കി കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ അതിന് പല ന്യായങ്ങളും പറയുന്നുണ്ട്. ഇതൊരു വരുമാന മാർഗമായി അതിന്റെ പിന്നാലെ തന്നെ പോകുന്ന ആളുകളുണ്ട്, ഒരു ജോലിയൊക്കെ ആയി കാണുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം പേരുള്ള ഒരുപാട് പാട്ടുകാരുണ്ട്. അവരൊക്കെ മ്യൂസിക്കിന്റെ ആളുകളാണ്. അവർക്കത് ഹറാമാണ് എന്നൊക്കെ അറിയാം, പക്ഷെ അവരെ ഹലാലാക്കിയിരിക്കുകയാണ് അവർക്ക് ജീവിക്കാൻ വേണ്ടി. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ മഹാന്മാരൊക്കെ ഇങ്ങനെ ചെയ്യുമോ? ഹറാമിനെ ഹലാലാക്കി മാറ്റുമോ? എങ്കിൽ അങ്ങനെ ഒരു ഹലാലാക്കിയ ഒരു വ്യക്തിയെ ഞാൻ കണ്ടു. ഇങ്ങനെ ഈ രീതിയിൽ ജീവിച്ച ആളുകൾക്കൊക്കെ അദ്ദേഹം സ്വർഗമുണ്ട് എന്നുള്ള സന്തോഷ വാർത്തയും നൽകിയിട്ടുണ്ട്. നമ്മളെ ബഹുമാനപ്പെട്ടു പോയ സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന്റെ പേര് മഹാനായ യഹിയൽ ബുഖാരി തങ്ങളാണ്. വടിത്തങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ സ്ക്രീനിൽ ചുവടെ അദ്ദേഹം വടിപിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ കാണാം. മഹാൻ അവറുകളാണ്, വലിയ കറാമത്തിന്റെ ഉടമയാണ്, വലിയ സംഭവമാണ്. ഞാൻ കോഴിക്കോട് 1 മണിക്കൂർ കല്ലായി പാലത്തിൻ്റെ അവിടെ ഒരു ക്ലബ്ബിൽ കയറിയിട്ട് മഹാനായ ബാബുരാജ് സംഗീതം വായിക്കുക. ഞാൻ 2 മിനിറ്റ് എനിക്ക് ഹാർമോണിയം തന്നു. 15 മിനിറ്റ് കൊണ്ട് ഹാർമോണിയം ഞാൻ പഠിക്കുകയും ചെയ്തു. മഹാനവറുകളുടെ വലിയ കറാമത്ത് തന്നെയാണ്. അതിൽ വഹാബികളൊന്നും ദേഷ്യപ്പെടുകയൊന്നും വേണ്ട. അദ്ദേഹം പഠിച്ചെടുത്തത്, അദ്ദേഹം ഒരു വലിയൊരു മഹാന്റെ ശിഷ്യന് കൂടിയാണ്. മഹാനായ ബാബുരാജിന്റെ ശിഷ്യനാണ് മഹാനായ യഹിയൽ ബുഖാരി തങ്ങൾ. അങ്ങനെ 15 മിനിറ്റ് കൊണ്ടാണ്. നിങ്ങളെ കൊണ്ടാവുമോ? സാധാരണക്കാരെ കൊണ്ട് പറ്റുന്നൊന്നുമല്ല. ഇതൊക്കെ അസാധാരണപരമായ ഒരു കഴിവ് തന്നെയാണ്. 15 മിനിറ്റ് കൊണ്ട് ഒരു ഹാർമോണിയൊക്കെ വായിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണ്. ഇതൊക്കെ കൃത്യമായിരിക്കണമല്ലോ, തെളിവ് വേണമല്ലോ നമുക്ക് ഇതൊക്കെ അംഗീകരിക്കണമെങ്കിൽ. ഈ മഹാനെ കുറിച്ച് പറഞ്ഞു തരുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഒരു സന്ദർഭത്തിൽ തങ്ങൾ പാട്ടുപാടും ഹാർമോണിയം ഉപയോഗിച്ചു. പ്രശസ്ത സംഗീതജ്ഞൻ കണ്ണൂർ ബാബുരാജിന്റെ കൂടെ സംഗീതം പഠിച്ച ശിഷ്യനാണ് സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങൾ. ഇപ്പൊ സനത് കൃത്യമാണല്ലോ, വ്യക്തമാണല്ലോ, തെളിവിന് ആളുണ്ട്, ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മഹാനവറുകൾ സംഭവമാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ആളുകൾ പോവുക, കൈപിടിച്ച് മുത്തുക, അനുഗ്രഹങ്ങൾ വാങ്ങിക്കുക. എല്ലാ പാട്ടുകാരും പോകണം, പ്രത്യേകിച്ച് നമ്മുടെ സമസ്തയുടെ സൂഫി പാട്ടുകാരൊക്കെ പ്രത്യേകിച്ച് പോകണം. പിന്നെ കുരുവട്ടൂരുകളൊക്കെ അവിടെ തന്നെ അടയിരിക്കണം. പിന്നെ എല്ലാവരും ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് കൃത്യമാണ്, വ്യക്തമാണ്, കൃത്യമായി തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കിയ ചില ആളുകളാണ് സംസാരിക്കുന്നത്. 15 നാടകത്തിൽ ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. 5 സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുമുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഉണ്ടോ? 15ഓളം നാടകങ്ങൾക്ക് അദ്ദേഹം മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5ഓളം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നിഷേധിക്കുന്നുണ്ടോ വഹാബികളെ? ഉണ്ടെങ്കിൽ കണ്ടോ, സിനിമ കണ്ടോ? സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിൽ തന്നെ കൃത്യമായി കാണും. അദ്ദേഹം പറയുന്നുണ്ട്, കണ്ടോ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോ സംശയം ഉണ്ടെങ്കിൽ, വഹാബികളെ സംശയം ഉണ്ടെങ്കിൽ പോയി കാണണം, സിനിമ തന്നെ കാണണം. സിനിമ കണ്ടു കഴിഞ്ഞാലേ അത് കൃത്യമായി നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഞാൻ 5 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, നിങ്ങൾ പോയി കണ്ടാൽ മതി. കണ്ടു കഴിഞ്ഞാൽ കൃത്യമായി ബോധ്യപ്പെടും. ഇതൊക്കെ നമ്മുടെ കലാപ്രകടനമാണ്. ആറാമ മറ്റേ സ്വർഗത്തിൽ പോകാത്ത പരിപാടിയൊന്നുമില്ല. അതന്നെ സ്വർഗത്തിൽ പോകാത്ത പരിപാടിയൊന്നുമല്ല. ഹറാമും അങ്ങനെയൊന്നും പറയാൻ വേണ്ടി പാടില്ല. മനസ്സിലായി? സ്വർഗത്ത് പോകാണ്ടിരിക്കുന്ന പരിപാടിയൊന്നുമല്ല. അതൊക്കെ സ്വർഗത്തിലേക്ക് പോകുന്ന പരിപാടിയാണ്, ഹലാലായ പരിപാടിയാണ്. വയർത്തോൾ സിനിമയിൽ അഭിനയിച്ച മുഹമ്മദ് റാഫി സ്വർഗത്തിലുള്ളത്, പ്രേം നസീർ സ്വർഗത്തിലുള്ളത്. ഇല്ല നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? മുഹമ്മദ് റാഫി സ്വർഗത്തിലാണുള്ളത്, പ്രേം നസീർ സ്വർഗത്തിലാണുള്ളത്. ഇല്ല നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ? പറ്റോ ഹാബികളെ? ഇല്ല. സഖാഫികളെ പറ്റോ? ദാരിമികളെ, ഒരു ധാരണയില്ലാത്ത കുറെ ദാരിമികളും സഖാഫത്ത് എന്ന് അവകാശപ്പെടുന്ന സഖാഫികളും ഒക്കെ ഒന്ന് പറയണം. മുഹമ്മദ് റാഫി സ്വർഗത്തിലാണ്, അതുപോലെ തന്നെ പ്രേം നസീർ സ്വർഗത്തിലാണ്. അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആര് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ സ്വർഗത്തിലാണ്. ഇപ്പൊ നരകത്തിൽ ആരായിരിക്കും? അതോ ചിന്തിക്കുമ്പോ നിനക്ക് വല്ലാത്ത ജാതി. അപ്പൊ സ്വർഗം പറയുന്നത് അല്ല രേഖപ്പെടുത്തുന്ന സ്വർഗം എന്നൊക്കെ പറയുന്നത് അല്ല രേഖപ്പെടുത്തുന്നതാണ്. അന്നേരം ഈ അല്ല രേഖപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ഈ മഹാനവറുകൾക്ക് എങ്ങനെ അറിഞ്ഞത്?
എന്റെ മുരീതായ നരകത്തില്ല, നരകത്തെ കാക്കോ മലക്ക് ചുദ്ധമാണ്. അത് നരകത്തിന്റെ ലിസ്റ്റോടോ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ്. അറിയോ? ആ ലിസ്റ്റ് നോക്കി മനസ്സിലാക്കാൻ മഹാന്മാർക്ക് കഴിയും. അതിൻ്റെതായ പ്രത്യേകമാവുന്ന ഒരു മാധ്യമം അവരെ കൈവശമുണ്ട്. CU സ്മരണികയിലൊക്കെ പറഞ്ഞത് വഹാബി മറന്നുപോയാ? ജീലാൻ എന്ന് പറയുന്ന പുസ്തകത്തിലൊക്കെ പറഞ്ഞത് അള്ള കാണുന്നത് പോലെ കാണുകയും അള്ള കേൾക്കുന്നത് പോലെ കേൾക്കുകയും അള്ള അറിയുന്നത് പോലെ അറിയുകയും അള്ള ഇടപെടുന്നത് പോലെ ഇടപെടുകയും അള്ള സഹായിക്കുന്ന പോലെ സഹായിക്കുകയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ ഇദ്ദേഹത്തിന് അങ്ങനെയുള്ള കഴിവുണ്ട്. അപ്പോൾ മനസ്സിലാക്കിയതാണ് എന്ത്? പ്രേം നസീർ സ്വർഗത്തിലാണ്, റാഫി സ്വർഗത്തിലാണ്, ഇന്ന ആളുകളൊക്കെ സ്വർഗത്തിലാണ്. കൃത്യമാണ്. അള്ള രേഖപ്പെടുത്തിയൊക്കെ ഇദ്ദേഹം കാണും. കാരണം ഇഷ്ടദാസന്റെ, അള്ളാന്റെ ഇഷ്ടദാസനാണല്ലോ മഹാനവറുകൾ, സമസ്തയുടെ മഹാനവറുകൾ, ഈ വടിത്തങ്ങൾ. ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഈ മഹാനവറുകൾ ആരൊക്കെ സ്വർഗത്തിലാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നിഷേധിക്കാൻ പറ്റുമോ? ഇനി നമുക്ക് മഹാനവറുടെ കറാമത്ത് കേൾക്കാം. മഹാനവറുടെ ഭയങ്കര സംഭവമാണ്, ഭയങ്കര സംഭവം. അദ്ദേഹത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞ ഒരാളുണ്ടല്ലോ, അദ്ദേഹം തന്നെ കറാമത്തും പറയുന്നുണ്ട് കൃത്യമായി. സനതൊക്കെ വളരെ പെർഫെക്റ്റ് ആണ്, തെളിവും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. കാസർഗോഡുള്ള ഒരു കല്യാണ വീട്ടിലേക്ക് നമുക്ക് പോവാം. വേറൊരു കറാമത്തോട് ഞാൻ പറയാം, ഞാൻ പറഞ്ഞതല്ല. പ്രശസ്ത മാപ്പിളപ്പാട്ടുകാരൻ അസീസ് തായിനേരിയുടെ ഒരു പാട്ട്, കല്യാണ വീട്ടിലെ ഒരു പാട്ട്, കിരൺ കുമാർ എന്നുള്ള തമിഴ് ഗായകൻ തമിഴ് പാട്ട് പാടുന്നുണ്ട്. കല്യാണ വീട്ടിലാണ്, ചെറുക്കളത്ത്. അസീസ്കാരൻ മോഹൻ പറഞ്ഞാൽ എന്നോട്. അവിടെയാണ് അപ്രതീക്ഷിതമായിട്ടില്ല, അവർക്ക് അപ്രതീക്ഷിതമാണ്. പക്ഷേ കല്യാണ വീട്ടുകാർ ക്ഷണിച്ചിട്ടാണ് തങ്ങൾ അവിടെ വരുന്നത്. കല്യാണ വീട്ടുകാർ ക്ഷണിച്ചിട്ടാണ്, അവർക്ക് പ്രതീക്ഷ നല്ല മാറിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. എന്തായാലും തള്ളുന്നതല്ല, തള്ളോ ശരിയോ എന്തെങ്കിലും ആട്ടെ. കൃത്യമാണ്, വ്യക്തമാണ്. അസീസ്താനിയുടെ മകൻ പറഞ്ഞതാണ്. അപ്പോ അദ്ദേഹം അങ്ങനെ കൃത്യമായും വ്യക്തമായുള്ള ഒരു കറാമത്ത് നമ്മളെ മുന്നിലേക്ക് ഇങ്ങനെ അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോ പശ്ചാത്തലം കൃത്യമായി മനസ്സിലായി. ഒരു കല്യാണ വീടാണ്. കല്യാണ വീട്ടിൽ ഇങ്ങനെ ആളുകൾ ക്ഷണിച്ചിട്ടുണ്ട്. പാട്ടിന് അസീസ്താനിയും ടീമും ആണുള്ളത്. പെട്ടെന്ന് പാട്ട് മൊത്തം മൈക്ക് സെറ്റ് അടക്കം ഓഫ്, ഓർക്കസ്ട്ര, പാട്ട്, മൈക്ക് എല്ലാം ഓഫായി. തങ്ങൾ അവിടെ വരുന്നതാണ്, തങ്ങളാരും മൈൻഡ് ചെയ്തിട്ടാ. എന്നാലും തങ്ങൾ വരുന്ന സമയത്തെങ്കിലും ആ പാട്ടൊന്നും നിർത്തണ്ടേ? മഹാനവറുകളല്ലേ. അങ്ങനെയുള്ള ആളുകളൊക്കെ വരുന്ന സമയത്ത് പാട്ട് വെക്കാൻ വേണ്ടി പാടുണ്ടോ? ഇപ്പൊ നമ്മുടെ നാട്ടില് കല്യാണങ്ങളിലൊക്കെ പാട്ടൊക്കെ വെക്കുന്ന സമയത്ത് ഉസ്താദുമാരൊക്കെ വരുന്ന സമയത്ത് പാട്ടൊക്കെ നിർത്തി വെക്കും. അത് ഉസ്താദുമാരെ അനാദരിക്കലാണ്. അത് ശരിയായില്ല. എന്തായാലും അസീസ്ക അങ്ങനെ മെയിൻഡാക്കാതെ നിന്നുകൊണ്ടാണ് അത് മൊത്തം ബന്ധായത്. ഉസ്താദിന്റെ പവർ, കറാമത്ത് കണ്ടില്ലേ? പാട്ട് ഓഫായി. അസീസ്ക അതിൽ കുറെ 1 2 3 4 ആദ്യം ഓണായി, വീണ്ടും ഓഫായി. അയാൾക്ക് പിടികിട്ടി. അസീസ്കാക്ക് പിടികിട്ടി. എന്തായിരിക്കും പിടികിട്ടിട്ടുണ്ടാകുക? മഹാനവറുകൾ വരുന്ന സമയത്ത് ഇവർ പാട്ടൊന്നും നിർത്താതെ മ്യൂസിക്കിന്റെ അകമ്പടിയോടെ പാട്ട് പാടുകയാണ്. ആ സമയത്ത് സ്വാഭാവികമാണ്, മഹാനവറുകൾ വലിയ കറാമത്തിന്റെ ഉടമയാണ്. അന്നേരം സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ കറാമത്ത് വെളിവാകും. സിസ്റ്റം മൊത്തം അങ്ങോട്ട് ഓഫായി, മൊത്തം ഓഫായി. മനസ്സിലായല്ലോ? എന്നിട്ട് ഇനി നടക്കുന്ന അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് ഓർമ്മ വന്നു. ഇനി പോയിട്ട് ഉസ്താദിനോട് പൊരുത്തം കാണിക്കും, എല്ലാം ക്ഷമിക്കണം, അങ്ങനെ പറ്റിപ്പോയി നിങ്ങൾ പോയിട്ട് ഞങ്ങൾ തുടങ്ങൂലും എന്നൊക്കെ ആയിരിക്കും പറയുക. നമുക്ക് കേട്ടു നോക്കാം. തങ്ങളൊന്ന് പാടി. തങ്ങൾ കയറി, വേദിയിൽ കയറി, തങ്ങൾ പാടി, മൈക്ക് ശരിയായി. മൈക്ക് മാത്രമല്ല, ഓർക്കസ്ട്ര അടക്കം ബന്ധായത് എന്നോട്. ഞാൻ തായ്നേരിൽ എല്ലാം കൃത്യം, ഒരു സംശയവും വേണ്ട. സിസ്റ്റം ബന്ധാകുന്നു, ഒക്കെ ബന്ധായി കുളമായി കിടക്കുന്നു. ആ സമയത്താണ് അസീസ്താനിയുടെ തലയിലേക്ക് ഒരു വെളിപാടുണ്ടാകുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട അവരുകളെ ബഹുമാനിക്കാത്തതിന്റെ പേരിലാണ് ഇതൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അവരുകളെ തന്നെ വിളിച്ചുകൊണ്ട്, നമ്മുടെ ബഹുമാനപ്പെട്ട അവരുകളെ കൊണ്ട് ഒരു പാട്ടൊക്കെ പാടിപ്പിച്ചു കഴിഞ്ഞാൽ, നല്ല മ്യൂസിക്കിന്റെ അകമ്പടിയോടെ ഒരു പാട്ടൊക്കെ പാടിപ്പിച്ചു കഴിഞ്ഞാൽ ശരിയാകും. അതിങ്ങനെ വിളിച്ചു, അദ്ദേഹം അങ്ങോട്ട് തുടങ്ങി. അപ്പോൾ തന്നെ എല്ലാം ഓർക്കസ്ട്രയും സംഭവവും സകലതും എല്ലാം അങ്ങോട്ട് ഓണായി. പോവാറുണ്ട് പാട്ടിന്. അപ്പോൾ പറഞ്ഞേടാ, കാര്യമുണ്ട്, തങ്ങൾ ചെറിയ ആളല്ല, ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി. അതിൽ നമ്മളെന്താ പഠിക്കണ്ടേ? നമ്മൾ മനസ്സിലാക്കേണ്ടതും ഇതൊക്കെ പറയണമെങ്കിൽ അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ. ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ. നമ്മൾ പറയും സംഗീതം ഹറാമാണ്. പക്ഷെ ഒരു സംഗീത സ്റ്റേജിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തങ്ങളെ മൈൻഡ് ചെയ്യാത്ത ഒരു കാരണമായിരിക്കും ഞാൻ അങ്ങനെ കണക്കൂട്ടുന്നത്. മൈൻഡ് ചെയ്യാത്ത ഒരവസ്ഥയിൽ മൊത്തം ഓഫ് ആവുകയും ആ സംഗീത വിരുന്ന് വീണ്ടും തങ്ങളുടെ കരങ്ങളാൽ തങ്ങൾ പാട്ട് പാടിക്കൊണ്ട് അതിനെ പുനർജീവിപ്പിക്കുകയും ചെയ്ത ഒരവസ്ഥ. വല്ലാത്ത സംഭവം തന്നെ. ഇതൊന്നും കറാമത്തല്ലേ, പിന്നെ ഏതാ കറാമത്ത്? ഇതൊക്കെ കറാമത്തിലേക്ക് പിന്നെ ഏതാണ് കറാമത്ത്? കൃത്യമായി അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞ കാര്യമല്ലേ?
അല്ലേ? അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കറാമത്ത്. എല്ലാ കാക്കാമാരെ ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാമില് ഈ പറയുന്ന സംഭവമൊക്കെ ഹറാമാണോ അല്ല ഹലാലാണോ? ചില ആളുകളൊക്കെ ഹറാമാണെന്നൊക്കെ പറയുന്നുണ്ട്. മുമ്പ് അങ്ങനെയാണല്ലോ നേരത്തെ പറഞ്ഞത്. ഇസ്ലാമിൽ മ്യൂസിക് ഹറാമാണ്. അതിൽ മുജാഹിദുകൾക്കോ സമസ്തക്കാർക്കോ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും നമ്മളെ ഹുദവി കാക്ക ഉണ്ടല്ലോ, അദ്ദേഹം ചിലത് പറഞ്ഞുതരും. അത് കേൾക്കാമോ? മ്യൂസിക് ഉപകരണങ്ങൾ അത് കേൾക്കുന്നത്, അത് ഉപയോഗിക്കുന്നത്, ഇതെല്ലാം ജായിസാണ് എന്ന് പറയുന്ന ആളുകൾ എൻ്റെ ഉമ്മത്തിൽ അന്ത്യനാളിന്റെ മുമ്പ് വരുന്ന വിപത്തുകളാണെന്ന് പുണ്യനിബിതങ്ങൾ പറഞ്ഞ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. എന്റെ പുന്നാര ഹുദവി, ഇദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി പാടണ്ട. ഇതൊക്കെ വിപത്തുകളാണ് എന്നാ പറഞ്ഞത്. ഇത് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പോകുന്നുണ്ടോ അവരൊക്കെ ആണല്ലോ. അപ്പോ ഈ ബഡിത്തങ്ങളും പെടില്ലേ? ബഡിത്തങ്ങൾ പെടില്ല. അവർ മഹാനവറുകളാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ വരുമോ? ഞാനൊന്നും പറയുന്നില്ല, ബാക്കി സിൻസാർ തന്നെ കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെടോ ഇല്ലേ എന്നൊന്നും നമുക്ക് വിഷയമല്ല. ഞാൻ പറയുന്നത് ദീനാണ്. മാപ്പിളപ്പാട്ടാണെങ്കിലും സ്വലാത്ത് പാട്ടാണെങ്കിലും അതിൽ മ്യൂസിക് വെച്ചുകൂടാ, ദഫ് വെക്കാം. മ്യൂസിക് പറ്റില്ല, ഇസ്ലാമിൽ ഹറാമാണ്, സംശയമില്ലല്ലോ. ഇവിടെ ഇദ്ദേഹം ഇങ്ങനെ മ്യൂസിക് ഒക്കെ വെക്കുന്നവരെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കേട്ടു. ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി പാടുണ്ടോ? മഹാനവറുകളെ പോലെയുള്ള ആളുകളൊക്കെ മ്യൂസിക്കിന്റെ പിന്നാലെ പോകുമ്പോൾ, സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ, നാടകത്തിനൊക്കെ സംഗീതം നൽകുമ്പോൾ, സിംസാറിലൊക്കെ ഉദയവെ പോലെയുള്ള ആളുകളൊക്കെ ഇത് ദീനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തമായ രീതിയിൽ സംസാരിക്കുന്നത് വലിയ പ്രയാസമുണ്ടാക്കും. ഇങ്ങനെ മഹാന്മാരെയൊക്കെ മോശപ്പെടുത്തി പറയാൻ വേണ്ടി പാടുണ്ടോ? നമുക്കത് കേട്ട് സുപരിചിതമായ ഒരു ശബ്ദത്തിലൂടെ കേൾക്കാം. എന്താണ്? പ്രിയമുള്ള കായിക പ്രേമികളെ, കാലുഷത്തിന്റെ കറുപ്പുകളെ കായവലത്തിന്റെ കനകകാന്തി കൊണ്ട് തിരുത്തി എഴുതിയ കായിക സംസ്കാരത്തിന്റെ കേട്ട് നല്ല പരിചയമാണ്. പ്രത്യേകിച്ച് നമ്മളെ കാസർഗോഡുകാർക്ക്. അങ്ങനെ കാസർഗോഡൊക്കെ പരിചയമുള്ള ആള് തന്നെ കൃത്യമായി മഹാന്മാരെ നിന്ദിക്കാൻ വേണ്ടി പാടുണ്ടോ? ഈ ഉസ്താദിനെ കുറിച്ച് വളരെ കൃത്യമായ അനൗൺസിലൂടെ ഹദീസ് വായിച്ച് പറഞ്ഞിരുന്നത് കേട്ടോ വഹാബികളെ. സത്യസനാതന കേന്ദ്രം മടവൂർ കോട്ടയിൽ നിന്നും സയ്യദ് യഹ്യൽ ബുഖാരി തങ്ങൾ ആത്മശാന്തിയുടെ സനാതന വെളിച്ചത്തിൽ ഉപദേശിക്കുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ അമീറന്മാരെ നാം ബഹുമാനിക്കുക. അനുസരണ രാഹിത്യത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ താക്കീത് ചെയ്തത് ഇങ്ങനെയാണ്: മൻ റആ മിൻ അമീരിഹി ഷൈഅൻ യക്റഹു ഫൽയസ്ബിർ അലൈഹി ഫഇന്നഹു മൻ ഫാറക്കൽ ജമാഅത ഷൈഅൻ അഫമാത ഇല്ലാ മാത മൈതതൻ ജാഹിലിയ. സ്വഹീഹുൽ ബുഖാരി. വല്ലവനും തന്റെ അമീറിന്റെ പക്കൽ നിന്ന് അതൃപ്തികരമായ വല്ലതും കണ്ടാൽ ക്ഷമിച്ചുകൊള്ളട്ടെ. എന്തുകൊണ്ടെന്നാൽ ഒരുത്തൻ സംഘടനയിൽ നിന്ന് ഒരു ചാൺ വേർപെട്ടു പോവുകയും അന്നിലയിൽ മരിക്കുകയും ചെയ്താൽ അവന്റെ മരണം അനിസ്ലാമിക മരണം മാത്രമായിരിക്കും. കൃത്യമായി നമ്മുടെ അബ്ബാസ് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ബഡിത്തങ്ങളെ കുറിച്ച് മോശമായി ഒന്നും തന്നെ ആരും പറയരുത്. ഇങ്ങനെയുള്ള മഹാന്മാരും ഇങ്ങനെയുള്ള കുറെ കറാമത്തുകളും അബ്ബാസ് നിങ്ങളൊന്നും പറഞ്ഞാൽ ഇവിടെ നിൽക്കില്ല. ഇതൊന്നും സിംസാറിലാ പൊതുവെ പറയുന്ന നമുക്കൊന്ന് എന്തെങ്കിലും ചെറിയൊരു അത്ഭുതം നടക്കുമ്പോഴേക്കും കറാമത്ത് അങ്ങോട്ട് പറഞ്ഞു പരത്തിയിട്ട് എന്തെന്നില്ലാത്ത ബഹുമാനവും എന്തോ ഖുതുബുൽ അഖ്താബ് മഹാനായ മമ്പറം തങ്ങളും മഹാനായ ഖുതുബുൽ അഖ്താബ് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളും ഈ മഹാന്മാരൊക്കെ നിൽക്കുന്ന സ്ഥാനത്തേക്ക് അതിന്റെ നാലയലത്ത് പോലും നിൽക്കാൻ അവകാശമില്ലാത്ത ആളുകളെയൊക്കെ വലിയ വലിയ പേരിട്ടിട്ടുണ്ട്. വിളിക്കാൻ ആര്? എന്താണ് ഇവര് ചെയ്തത്? ഒന്നുമില്ല, വെറുതെ മാർക്കറ്റിംഗ്. അങ്ങനെ പറഞ്ഞു പരത്ത ഏതോ വലിയ ഹോജ എന്നൊക്കെ പറയാം. ഇല്ലാത്ത ആളുകളെ, ഒരു അർഹതയില്ലാത്ത ആളുകളെ ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളെ വഞ്ചിക്കാനും ആത്മീയ ചൂഷണം ചെയ്യാനും കോലം കെട്ടി നടക്കുന്ന ആളുകൾ അല്ലാഹുവിനെ വിചാരിച്ചൊന്ന് മാറി നിൽക്കണമേ. ഈ ദീനിന്റെ പുണ്യമായ പാരമ്പര്യമാണ് മലിനപ്പെട്ടു പോകുന്നത്. അള്ളാഹുവിന് ഇഷ്ടം അമലുകൾ മറച്ചു വെക്കുന്നവരെയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ കാനൂ യുഖ്ഫൂന കറാമാതിഹിം, അവരുടെ കറാമത്തുകൾ മറച്ചു വെക്കുന്നവരായിരുന്നു. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ മറച്ചു വെക്കും. അശദ്ദ ഹയാഅൻ മിനൽ അദറാഇ ഫീ ഹൈളതിഹാ, അവർ നന്നായി നാണിക്കുന്നവരായിരുന്നു. എങ്ങനെയെന്നറിയോ? ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായതിന്റെ അടയാളമുണ്ടാകുമ്പോ ആ പെൺകുട്ടി അത് എങ്ങനെ മറച്ചു പിടിക്കുന്നുവോ അതിലേറെ ലജ്ജയും നാണവുമുള്ളവരായിരുന്നു അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. കറാമത്തുണ്ടായ പറയൂല. കൂട്ടത്ത് പറയാ, കുട്ടികൾക്ക് അങ്ങനെ പ്രായപൂർത്തിയായതൊന്നും ആഘോഷിക്കേണ്ട കാര്യമല്ല എന്ന് പറയാൻ, അറിയിക്കേണ്ട കാര്യമല്ല, മറച്ചു വെക്കേണ്ട കാര്യമാണ്. നാട്ടുകാരെ കുറിച്ചിട്ട് പ്രത്യേക ചോറ് കൊടുക്കണം. ഒരുപാടൊക്കെ ഏതൊക്കെയോ നാട്ടിലൊക്കെ കാണാൻ പറ്റും.
അപ്പോ അത് മറച്ചു പിടിക്കേണ്ട കാര്യമാണ്. ഔലിയാക്കന്മാരങ്ങനെ മറച്ചു പിടിക്കുമായിരുന്നു, ആരും അറിയാതെ. സംസാരം ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. അപ്പോ എല്ലാവർക്കും വയറു നിറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു, സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അങ്ങനെ പിരിഞ്ഞു പോവുക. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇങ്ങനെയുള്ള കണ്ട ചട്ടനെയും പൊട്ടനെയും ഒക്കെ മഹാന്മാരാക്കി ഔലിയാക്കളാക്കി വലിയ സംഭവമൊക്കെ ആക്കി നടക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ തന്നെ കിട്ടണം. സമസ്തക്കാർക്ക് ഇതുപോലെയുള്ള കുറെ കിട്ടാനുണ്ട്. ചിറ്റടിമീത്തിൽ അബൂബക്കർ മുസ്ലിയാരെ കൊണ്ട് കുറെ കളിച്ച് ഇപ്പൊ പരസ്പരം പോരടിക്കുകയാണ്, AP സമസ്തയിൽ പ്രത്യേകിച്ചിട്ട്. അയാളെ കൊണ്ട് കളിക്കാത്ത കളികളൊന്നുമില്ല. അയാൾ അനല്ല എന്ന് പറഞ്ഞിട്ട് ഒരാള്, അയാൾ തന്നെ ആ പടച്ചോ എന്ന് പറഞ്ഞിട്ട് വേറൊരാള്, അദ്ദേഹമാണ് ലോകം നിയന്ത്രിക്കുന്ന പറഞ്ഞിട്ട് വേറൊരാള്, അദ്ദേഹം അല്ലല്ലോ ലോകം നിയന്ത്രിക്കുന്നത്, അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരാള്. അങ്ങനെ അത് പറഞ്ഞതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലമ്പുന്ന കുറെ ആൾക്കാർ. അങ്ങനെ സമസ്ത മൊത്തത്തിൽ എന്തൊക്കെയോ ആയി കിടക്കുകയാണ്. അതുകൊണ്ട് സമസ്തയിലുള്ള ആളുകളോട് ബഹുമാന പുരസ്സരം പറയുകയാണ്, ഒന്ന് മതം പഠിക്കുക. നിങ്ങൾ ഈ മഹാന്മാരാണ് എന്ന് പറയുന്നവരുടെയൊക്കെ അവസ്ഥയാണ് നമ്മളിപ്പോൾ നേരത്തെ കേട്ടത്. സഹോദരങ്ങളെ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.